തൃത്താലയ്ക്കൊരു ഗവൺമെന്റ് ITI അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്ന ആവശ്യത്തിന് 44 വർഷത്തെ പഴക്കമുണ്ടെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ അനുവദിച്ച നാഗലശ്ശേരി ഗവൺമെന്റ് ITI ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാഗലശ്ശേരി പഞ്ചായത്തിന്റെ കൈവശമുള്ള 2 ഏക്കർ ഭൂമി 1980കളിൽ ഇത്തരമൊരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം വരികയാണെങ്കിൽ വിട്ടുതരാമെന്ന് അന്നു മുതലേ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ ഭരണാധികാരിയായിരുന്നവർ പറയുകയും തീരുമാനിക്കുകയും ചെയ്തിരുന്നു. 2006-2011 അന്നത്തെ MLA ആയിരുന്ന TP കുഞ്ഞുണ്ണിയാണ് ഇതിന്റെ പ്രപ്പോസൽ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും മലമ്പുഴയുടെ അന്നത്തെ പ്രിൻസിപ്പാളിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി വാവനൂരിലുള്ള നാഗലശ്ശേരി പഞ്ചായത്തിന്റെ സ്ഥലം സന്ദർശിക്കുകയും സംതൃപ്തി രേഖപ്പെടുത്തുകയും താൽക്കാലികമായി ക്ലാസുകൾ ആരംഭിക്കാൻ സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അന്ന് അത്തരത്തിൽ താൽക്കാലികമായി ക്ലാസുകൾ ആരംഭിക്കാൻ പര്യാപ്തമായ സ്ഥലം ലഭിച്ചില്ല. പിന്നീട് 10 വർഷക്കാലം ഇവിടെ MLA ആയിരുന്നയാൾ ഇതിനുവേണ്ടി കാര്യമായ ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും മന്ത്രി MP രാജേഷ് കൂട്ടിച്ചേർത്തു. ജനപ്രതിനിധിയായി വന്ന ആ സമയം മുതൽ ഇവിടുത്തെ ITIയുടെ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അന്നു മുതലേ ITI ലഭിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ ധനകാര്യ മന്ത്രിയുമായും വിദ്യാഭ്യാസ വകുപ്പുമായും നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ITI യാഥാർത്ഥ്യമാക്കുന്നതിന് 2024-25 ബഡ്ജറ്റിൽ അംഗീകാരം നൽകുകയാണുണ്ടായത്. 4 ITIകളാണ് 2024-25 ബഡ്ജറ്റിൽ അംഗീകാരം നൽകിയത്. തിരുവനന്തപുരം ചാല, ഒല്ലൂർ മണ്ഡലത്തിലെ പീച്ചി, മലപ്പുറത്തെ എടപ്പാൾ, തൃത്താലയിലെ നാഗലശ്ശേരി. ഇതിൽ 3 എണ്ണം ഇപ്പോൾ തുടങ്ങുകയും എടപ്പാളിലെ സമീപഭാവിയിൽ തുടങ്ങുകയും ചെയ്യും. ആധുനിക നിലവാരത്തിലുള്ള കോഴ്സുകൾ ആരംഭിക്കുക എന്ന സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായി 4 കോഴ്സുകളാണ് നാഗലശ്ശേരി ITIക്ക് വേണ്ടി ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിംഗ് എന്നിവ. ഇതിൽ 3 കോഴ്സുകളും കാലഘട്ടത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ്. 2 കോഴ്സുകളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇൻഫർമേഷൻ ടെക്നോളജിയും ഇപ്പോൾ ആരംഭിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. താൽക്കാലിക ക്യാമ്പസായി തൃത്താല വെള്ളിയാങ്കലിലെ ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന ചടങ്ങിൽ അധ്യക്ഷയായി. കണ്ണൂർ മേഖലാ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ P വാസുദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ജയ, VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, T സുഹറ, K മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ KP ശ്രീനിവാസൻ, ഷാഹിദ റിയാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, A കൃഷ്ണകുമാർ, കുബറ ഷാജഹാൻ, PV പ്രിയ, M ഗോപിനാഥൻ, PV മുഹമ്മദ് അലി, CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, ശ്രീജി കടവത്ത്, R സുരേഷ് കുമാർ, N സുരേഷ് കുമാർ, K അഹമ്മദുൽ കബീർ എന്നിവർ സംസാരിച്ചു. വേദിയിലുള്ള ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൃത്താലയെ സംബന്ധിച്ച് ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അഭിമാന നിമിഷമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇവിടെ അധ്യക്ഷ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായി ഉള്ള കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ജനപ്രതിനിധി എന്ന നിലയിൽ കാരണക്കാരനാവാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യത്തോടെ തൃത്താല ഗവൺമെന്റ് ITIയുടെ ക്ലാസ് ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷത്തോടുകൂടി അറിയിച്ചു. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ പത്രങ്ങളിൽ കണ്ടിട്ടുള്ള, പ്രമേയമായും പ്രസ്താവനയായും ഒക്കെ നിരന്തരം കണ്ടിട്ടുള്ള ഒരാവശ്യമാണ് തൃത്താലയിൽ ITI സ്ഥാപിക്കണം എന്നത്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിരിക്കുമ്പോൾ തൃത്താലയിലെ സമ്മേളനങ്ങളിൽ സ്ഥിരം പാസാക്കിക്കൊണ്ടിരുന്ന ഒരു പ്രമേയമായിരുന്നു തൃത്താലയിൽ ഗവൺമെന്റ് ITI സ്ഥാപിക്കണം എന്നത്. എല്ലാ സംഘടനകളും ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി 1980 തന്നെ നാഗലശ്ശേരി പഞ്ചായത്ത് സ്ഥലം വിട്ടുകൊടുക്കാം എന്നറിയിച്ചതാണ്. എന്ന് പറഞ്ഞാൽ 44 കൊല്ലം മുമ്പ്. ആവശ്യത്തിന്റെ പഴക്കം എത്രയാണ് എന്ന് പറയേണ്ട കാര്യമില്ല. 80 അന്നത്തെ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ ഭരണം നടത്തിയവർ, പ്രസിഡന്റും ഭരണസമിതിയൊക്കെ സ്ഥലം വിട്ടുകൊടുക്കാം എന്നവർ പറഞ്ഞു. പക്ഷേ അതിൽ പിന്നീട് ഒരു കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത് ശ്രീ TP കുഞ്ഞുണ്ണി, അദ്ദേഹം വേദിയുടെ സദസ്സിന്റെ മുൻനിരയിലുണ്ട്, അദ്ദേഹം MLA ആയിരുന്നപ്പോഴാണ് എന്ന് പറയേണ്ടത് ഒരു
ഔചിത്യമാണ്, മര്യാദയാണ് എന്ന് ഞാൻ കരുതുന്നു. 2006-2011 സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് ശ്രീ TP കുഞ്ഞുണ്ണിയാണ് ഇതിന്റെ പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചത്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.